നമ്മുടെ ഈ ചാനൽ കാണുന്ന പുതിയ സുഹൃത്തുക്കൾ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രാജ്യത്തെ ആകെ നടുക്കിയ, കേൾക്കുമ്പോൾ കണ്ണു നിറയുന്ന ഒരു വാർത്തയെക്കുറിച്ചാണ്. മാസങ്ങളായി ശാന്തമെന്ന് തോന്നിപ്പിച്ച മണിപ്പൂരിൽ നിന്ന് വീണ്ടും കേൾക്കുന്നത് ചോരയുടെയും മരണത്തിൻ്റെയും വാർത്തകളാണ്. അതിർത്തി കാക്കുന്ന ഒരു BSF ജവാന്റെ വീടിന് നേരെ നടന്ന ക്രൂരമായ റോക്കറ്റ് ആക്രമണം. ആ ക്രൂരതയിൽ പൊലിഞ്ഞുപോയത് 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവനാണ്. കേവലം 5 മാസവും 5 വയസ്സും മാത്രം പ്രായമുള്ള 2 കുരുന്നുകൾ. ലോകം അറിയും മുൻപേ ആ കുരുന്നുകൾക്ക് വിട പറയേണ്ടി വന്നു. എന്താണ് മൊയ്രാങ്ങിൽ നടന്നത്? ആരാണ് ഇതിനു പിന്നിൽ? മണിപ്പൂരിലെ ബിഷ്ണുപൂർ ജില്ലയിലെ മൊയ്രാങ് എന്ന സ്ഥലത്താണ് ഈ അത്യന്തം ദാരുണമായ സംഭവം നടന്നത്. സമാധാനമായി ഉറങ്ങിക്കിടന്ന ഒരു ഗ്രാമത്തെ നടുക്കിക്കൊണ്ടാണ് പുലർച്ചെ 1 മണിയോടെ ആ റോക്കറ്റ് പ്രഹരമേറ്റത്. BSF ജവാനായ ഓയിനം മലേങ്കൻബയുടെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ജവാൻ ജോലി സംബന്ധമായി ദൂരെയായിരുന്നു. വീട്ടിൽ ഭാര്യയും 2 മക്കളും മാത്രമാണ് ഉണ്ടായിരുന്നത്. കുന്നിൻ ചെരുവുകളിൽ നിന്ന് തൊടുത്തുവിട്ട റോക്കറ്റ് അല്ലെങ്കിൽ മോർട്ടോർ ഷെല്ല് വീടിൻ്റെ മേൽക്കൂര തുളച്ച് അകത്ത് വീണ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. സ്ഫോടനത്തിൻ്റെ തീവ്രതയിൽ ആ വീട് പാതി തകർന്നു. 5 വയസ്സുള്ള മകനും വെറും 5 മാസം മാത്രം പ്രായമുള്ള മകളും ഉറക്കത്തിൽ തന്നെ ഇല്ലാതായി. ആ കുഞ്ഞുങ്ങളുടെ മൃതദേഹം കാണാൻ പോലും വയ്യാത്ത വിധം വികൃതമായി പോയിരുന്നു. കുട്ടികളുടെ അമ്മ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ മരണത്തോട് പോരാടുകയാണ്. സ്വന്തം രാജ്യത്തിൻ്റെ അതിർത്തി കാക്കാൻ പോയ ഒരു സൈനികന് തിരികെ കിട്ടിയത് തൻ്റെ കുടുംബത്തിൻ്റെ ചാരമാണ്. ഇത് കേവലമൊരു അക്രമമല്ല, ഇത് മനുഷ്യത്വ രഹിതമായ വംശഹത്യയുടെ തുടർച്ചയാണ്. മണിപ്പൂരിലെ കുന്നിൻ മേഖലകളും താഴ്വരയും തമ്മിലുള്ള അതിർത്തിയിലാണ് മൊയ്രാങ് സ്ഥിതി ചെയ്യുന്നത്. മലനിരകളിൽ താവളമടിച്ചിരിക്കുന്ന കുക്കി സായുധ സംഘങ്ങളാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് സംശയിക്കപ്പെടുന്നു. ഏകദേശം 3 കിലോമീറ്റർ അകലെയുള്ള മലനിരകളിൽ നിന്നാണ് അത്യാധുനികമായ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇവർ ആക്രമണം നടത്തിയത്. സൈന്യത്തിന് നേരെയോ പോലീസിന് നേരെയോ അല്ലാതെ സാധാരണക്കാർ താമസിക്കുന്ന ജനവാസ മേഖലയെ ലക്ഷ്യം വെച്ചത് ബോധപൂർവം ഭീതി പടർത്താനാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ടിട്ടും സായുധ സംഘങ്ങളുടെ പക്കൽ എങ്ങനെയാണ് ഇത്തരം അത്യാധുനിക റോക്കറ്റുകൾ എത്തുന്നത് എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഈ സംഭവത്തെ തുടർന്ന് മണിപ്പൂർ വീണ്ടും കത്തുകയാണ്. ഇംഫാലിലും പരിസരങ്ങളിലും ജനങ്ങൾ തെരുവിലിറങ്ങിക്കഴിഞ്ഞു. പലയിടത്തും സംഘർഷം രൂക്ഷമാണ്. സൈന്യത്തെയും അർദ്ധസൈനിക വിഭാഗങ്ങളെയും വൻതോതിൽ വിന്യസിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പോരുകൾക്കും വംശീയ തർക്കങ്ങൾക്കും ഇടയിൽ എരിഞ്ഞു തീരുന്നത് പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതമാണ്. അതിർത്തി കാക്കുന്ന സൈനികന്റെ വീടിന് പോലും സുരക്ഷയില്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? കൊല്ലപ്പെട്ട ആ കുരുന്നുകൾക്ക് നീതി ലഭിക്കണം. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇനിയെങ്കിലും ശക്തമായ നടപടികൾ ഉണ്ടാകണം. മരിച്ച കുഞ്ഞുങ്ങൾക്ക് ആദരാഞ്ജലികൾ.